ഇനി യൂട്യൂബിലുള്ള ഏത് ലാംഗ്വേജിലുള്ള വീഡിയോ കാണുമ്പോഴും നമ്മുടെ ലാംഗ്വേജിൽ സബ്ടൈറ്റിലോടുകൂടി നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ യൂട്യൂബിൽ പല വീഡിയോസും കാണുന്നവരാണ്, മൂവീസ് കാണുന്നവരുണ്ട്, അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുന്നവരുണ്ട്. അത് മറ്റേതെങ്കിലും ലാംഗ്വേജിലാണെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അവരിങ്ങനെ അവരുടെ ലാംഗ്വേജിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജിൽ ഇങ്ങനെ എഴുതി കാണിച്ചാൽ എത്ര നന്നായിരുന്നു എന്ന്. ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഇതിന് ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെ ഉപയോഗിക്കാമെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും, യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന കാര്യങ്ങളാണ് ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടുള്ളത്. അതൊന്നും ആവശ്യമില്ല. നമുക്കിവിടെ താഴെ വലതുവശത്ത് കാണുന്ന ഓക്കെ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നാറ്റീവ് ലാംഗ്വേജ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് സബ്ടൈറ്റിൽ വേണ്ടത് ആ ലാംഗ്വേജ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ മലയാളം സെലക്ട് ചെയ്യുകയാണ്. ഇനി മുകളിൽ കാണുന്ന ഭാഷ, നമുക്ക് ഏത് ഭാഷയിലുള്ള വീഡിയോ കാണുമ്പോഴാണ് മലയാളത്തിൽ സബ്ടൈറ്റിൽ വേണ്ടത്, അപ്പോൾ ആ ഒരു ഭാഷ മുകളിൽ സെലക്ട് ചെയ്യുക. താഴെ അതർ ലാംഗ്വേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണെന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷിലുള്ള വീഡിയോ കാണുമ്പോൾ എനിക്ക് മലയാളത്തിൽ സബ്ടൈറ്റിൽ വേണം. ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഒന്നും ചെയ്യേണ്ട, ഇവിടെ ശരി എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ വീണ്ടും ശരി എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ ഓപ്പൺ ആയിട്ട് വരും. ഈ വീഡിയോയിൽ സാധാരണ നമ്മൾ വീഡിയോ കാണുമ്പോൾ സബ്ടൈറ്റിൽ എങ്ങനെയാണ് കാണുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ഡെമോ വീഡിയോ ആണ്. ഓക്കെ, അത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പ്ലേ ആകുമ്പോൾ ഇവിടെ പോസ് ചെയ്തിട്ട് ഒന്ന് ബാക്ക് വന്നാൽ മതി. ഓക്കെ, പോസ് ചെയ്തു, ഒന്ന് ബാക്ക് വരാം, വീണ്ടും ഒന്ന് ബാക്ക് വരാം. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ യൂട്യൂബിൻ്റെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് കാണേണ്ടത്, ഇപ്പോൾ ഇംഗ്ലീഷ് ആണല്ലോ ഞാനിപ്പോൾ സെലക്ട് ചെയ്തത്, ഇംഗ്ലീഷിലെ വീഡിയോ എനിക്ക് മലയാളത്തിൽ സബ്ടൈറ്റിൽ വേണം. ഇനി നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ബാറുണ്ട്. സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മൂവിയോ അല്ലെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്, ഇംഗ്ലീഷിലുള്ള ഒരു ക്ലാസ്. ഓക്കെ, അത് ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇവിടെ ശരി എന്ന ഭാഗം വരും. അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നമ്മുടെ ലാംഗ്വേജിൽ സബ്ടൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, മലയാളത്തിൽ അവരെന്താണ് പറയുന്നത് ഇവിടെ മലയാളത്തിൽ കൃത്യമായിട്ട് എഴുതി കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്കിപ്പോൾ യൂട്യൂബിലുള്ള ഏത് ക്ലാസ്സുകളും ഏത് മൂവിയും ഏത് ലാംഗ്വേജിലുള്ളതും നമ്മുടെ ലാംഗ്വേജിൽ ഇതുപോലെ സബ്ടൈറ്റിലോടുകൂടി കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളും ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.